ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ഈശോയുടെ മുമ്പിൽ ഒരു തർക്കം വരുമ്പോൾ, സാപത്തിനെ കുറിച്ചുള്ള ഒരു തർക്കമാണ്. ഈശോയുടെ ശിഷ്യന്മാർ സാപത്ത് ലംഘിക്കുന്നു എന്നൊക്കെയാണ് പരാതിയുമായിട്ട് വരിക. ഈശോൻ്റെ കൺക്ലൂഷനായിട്ട് ഇപ്രകാരമാണ് പറയുക. ഈശോ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 27-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല. നിയമങ്ങൾ മനുഷ്യനു വേണ്ടിയാണ്, നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് നശിച്ചു പോകേണ്ടവനല്ല മനുഷ്യൻ. നിന്റെ ആചാരാനുഷ്ഠാനങ്ങളും നിനക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ള നിയമങ്ങളും നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ക്രിസ്തു ദർശനത്തിൽ ഒന്ന് പുനരവലോകനം ചെയ്യുവാനുള്ള ഒരു ക്ഷണമാണ് ഇന്ന് സുവിശേഷം നൽകുക. വെറും അനുഷ്ഠാനങ്ങൾ ജീവിച്ചാൽ പോരാ, എല്ലാത്തിൻ്റെ ആന്തരിക തലം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നിനക്ക് സാധിക്കണം. അന്തസത്തയിൽ ക്രമപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹവും യഥാർത്ഥമായ ആത്മബന്ധവും നമുക്കുണ്ടാവുക. അതാണ് ദൈവത്തോട് നാം പുലർത്തേണ്ടത്. നിനക്കതിന് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, എല്ലാ അനുഷ്ഠാനങ്ങൾക്കും നിയമങ്ങൾക്കുമെല്ലാം അപ്പുറത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാ